ഈ അപകടങ്ങൾ സംഭവിക്കണം, കടലിലെ മക്കൾ വേണം. പക്ഷെ അവരെ രക്ഷിക്കാനായിട്ട് ആരുമില്ല. കൊല്ലം ജില്ലയിലെ തീരദേശ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയാണെന്നറിയാമോ? ഏകദേശം ഓർമ്മ വെച്ച കാലം തൊട്ടേ ഞാനൊക്കെ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നതാണ്. ഇതുവഴി ഈ റോഡ് എന്നെങ്കിലും ഒന്ന് നന്നായി കാണണം എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഏതായാലും കടൽക്ഷോഭവും അല്ലെങ്കിൽ കാലവർഷവും ഒക്കെ തന്നെ കടന്നു പോകുന്ന ഈ സമയങ്ങളിൽ ഏതായാലും കുറച്ച് പുലിമുട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പുലിമുട്ട് നിർമ്മാണം യാഥാർത്ഥ്യമാക്കിയിട്ട് വേണം ഈ റോഡ് നന്നാകാൻ എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ റോഡ് നിർമ്മാണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരാണ്. ഇവരാരും ഈ റോഡൊന്ന് നേരെ ചൊവ്വേ കിടക്കുന്നത് ഇതുവരെ റോഡിൽ പോകാൻ വേണ്ടിയിട്ട്, പക്ഷെ നടക്കത്തില്ല. കുന്നും കുഴിയായിട്ട് ഞങ്ങള് നടുവും കളഞ്ഞങ്ങ് പോവുക. വണ്ടിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാ. വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നടുവിനൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ. തീരദേശത്തോടെ യാത്ര ചെയ്യാൻ ഭയങ്കര വ്യൂ ആണ്. ഓട്ടോക്കാർ വിളിച്ചാൽ വരത്തില്ല നമ്മള് ചീനക്കടയെന്ന്. സത്യം പറയുന്നത് ആണോ? അപ്പോഴേ ഒരു കാര്യമാവും. രണ്ട് അപകടങ്ങൾ നടന്നു, അങ്ങനെയുള്ള സംഭവങ്ങളെ കൊണ്ട് ഒരുപാട് പരാതികളൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. എല്ലാവർക്കും കടലിന്റെ കാഴ്ചകൾ കണ്ടോണ്ട് പോകാൻ ഇഷ്ടമാണ്. കടലിലെ മക്കളെ വേണം. ഈ അപകടങ്ങൾ സംഭവിക്കണം, കടലിലെ മക്കൾ വേണം. പക്ഷെ അവരെ രക്ഷിക്കാനായിട്ട് ആരുമില്ല. അവർക്ക് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റോഡ് നന്നാക്കാനോ ഒന്നും ആരും ഒരു സൗകര്യമില്ല. അപ്പൊ നമുക്ക് പുലിമുട്ട് നിർമ്മാണം അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം ഒക്കെ എങ്ങനെയാ നടക്കുന്നത്? ഇതൊക്കെ കൊണ്ടിട്ട് കുറെ നാൾ കഴിയുമ്പോ അതിന്റെ കാലവർഷം വരുമ്പോഴത്തേന് അതൊക്കെ എല്ലാം പോവും. കടലെടുത്തങ്ങ് പോവും. ഇത്രയേ ഉള്ളൂ പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾക്ക് പാട് തന്നെയാണ് ഇവിടുന്ന് കടൽ വന്നിട്ട് കയറി അങ്ങ് ഞങ്ങളുടെ സ്ഥലം വരെ വരുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അവിടെ. ഞങ്ങളുടെ മുറ്റത്ത് വന്ന് അവസാനിക്കുന്ന എല്ലാ അഴുക്കായാലും എല്ലാ ചവറുകളും എല്ലാം കടല് കയറാറുണ്ട്. കേറുന്ന ഇതൊക്കെ അങ്ങ് പോകുമല്ലോ. വെറുതെ ഇട്ടേക്കുന്നതല്ലേ, ചോദിക്കൊണ്ട് ഇട്ടേക്കുന്നതൊക്കെ അറിഞ്ഞാണ് അതൊക്കെ പോകും. നമ്മുടെ ഇരുപുരത്തൂടെ പോകുന്ന ഈ റോഡാണ് അല്ലേ? ഈ റോഡ് കുറെ നാളായില്ലേ ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നേ? എന്താ കാര്യം? റിപ്പയർ ചെയ്യുന്നില്ല. അപ്പൊ ഈ റിപ്പയർ ചെയ്യാൻ പറ്റാത്തതിന്റെ മെയിൻ കാര്യം നമ്മുടെ ഈ കടലിന്റെ ക്ഷോഭം തന്നെയാണ് അല്ലേ? അല്ലേ? അപ്പൊ നമ്മുടെ ഈ സംരക്ഷണ ഭിത്തിയൊക്കെ ഇവിടെ നിർമ്മിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ആവത്തുള്ളൂ. നമ്മളിപ്പോ നിലവില് ഇവിടെ എങ്ങനെയാണ് ഇപ്പൊ ഈ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം ഒക്കെ ഇവിടെ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണോ? ഇന്ന് വരെ. ഇപ്പൊ ഈ പുലിമുട്ട് നിർമ്മിച്ചതിന് ശേഷം പിന്നീട് കടൽക്ഷോഭം ഉണ്ടോ? ഉണ്ട്. കടൽക്ഷോഭം കടലിൽ ഇങ്ങനെ അടിച്ച് തിരമാല കയറി റോഡ് പൊട്ടി പോയി വീടുകൾ അപകടം സംഭവിച്ച് അതൊക്കെ നടന്നതാണ്. അങ്ങനെ കംപ്ലൈന്റ് ചെയ്ത് തഹസിൽദാർ വന്ന് ഇവിടുത്തെ കൊല്ലം ജില്ലാ കലക്ടർ വന്ന് ഇതിന്റെ നിർമ്മാണമെല്ലാം നിർമ്മിച്ച് പിന്നെയാണ് അനുവദിച്ചത്. ഈ മൂന്നില്ലേ അത് നിർമ്മിച്ച് പിന്നെ ഈ വലിയ ഭീമുണ്ട്, ഭീമുദാർക്ക് ഇറക്കുകയാണ് ഈ സൈഡ്. അപ്പൊ ഇനി ഫ്രണ്ടിലോട്ട് കുറെ കൂടി ഇറക്കേണ്ടി താൽക്കാലികമായിട്ട് നമ്മുടെ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ ഭീമില്ലേ ഭീമുദാക്കും സൈഡ് അങ്ങനെയാണ് അവർ പറഞ്ഞത്. പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ റോഡ് നിർമ്മിക്കാം. ഈ റോഡ് പിന്നീടോ ഈ പദ്ധതിയെല്ലാം തീർന്നതിന് ശേഷം റോഡില്ല പണി നടക്കും. അനുവദിച്ച് കിടക്കുകയാണ്. അത് ഞങ്ങൾക്കറിയാം. അനുവദിച്ചതായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ റോഡ് ഇതുവരെ നല്ല നേരെ ചൊവ്വേ കണ്ടിട്ട് കാലങ്ങൾ കുറെ ആയി. ചുമ്മാ പൊളിക്കൊണ്ടേ പോവുകയാണ്. വെള്ളം കെട്ടിയിരിക്കുന്നതാണ്. ഭാരം കയറ്റിയ വണ്ടികൾ മെയിനായിട്ട് ഇതുവഴി പാസ് ചെയ്ത് പോകാറുള്ളത്. ഇതുവഴി തന്നെ സഞ്ചരിക്കുന്നത്. ഏത് വണ്ടി? എല്ലാ വണ്ടി ഇപ്പൊ 4 ബസ്സുണ്ടായിരുന്നു ഇവിടെ തങ്കശ്ശേരി വരെ, തെക്കുളങ്ങര വരെ പോകുന്ന. ഇപ്പൊ 10 ബസ്സായി. 10 ബസ്സിന് റൂട്ട് കൊടുത്ത് 10 ബസ് കൂടെയാണ് ഇതില് തീരദേശ മേഖലയിൽ. പരവൂരോളം ബസ്സുകൾ തീരദേശ മേഖലയിലൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാറ ഉൾപ്പെടെയുള്ള വലിയ ഭാരം കയറ്റിയ വാഹനങ്ങളൊക്കെ തന്നെ ട്രാഫിക് ഉണ്ടാവാതെ എല്ലാം സഞ്ചരിക്കുന്ന ഇതിലെയാണ്. തിരക്കും വണ്ടിയും മൊത്തവും ഇതിലെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ ഇരുപുരത്തെ തീരദേശ റോഡ് ഇതുവരെയായിട്ടും നേരെ ചൊവ്വയൊന്നും കിടക്കുന്നത് കണ്ടിട്ടില്ല. നാള് കുറെ ആയി. നാട്ടുകാരൊക്കെ തന്നെ വലിയ പരാതിയിൽ തന്നെയായിരുന്നു. അപ്പൊ ഏതായാലും ഇപ്പൊ പുലിമുട്ട് നിർമ്മാണം ഏകദേശം നടക്കുന്നു. സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നു. ഇനി വലിയ കൂറ്റൻ ബീമുകൾ സ്ഥാപിച്ചുകൊണ്ട് കടലിന്റെ ഈ കുറച്ച് മുന്നിലേക്ക് ബീമുകൾ ഇറക്കുകയാണെങ്കിൽ മാത്രമേ ഈ കടൽക്ഷോഭത്തിന് ഒരു പരിധിവരെ ആശ്വാസം കണ്ടെത്താൻ പറ്റുള്ളൂ. ഈ ഭിത്തികൾ കംപ്ലീറ്റ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. കാര്യം കടൽക്ഷോഭമുണ്ട്.
ഇപ്പൊ കടൽ കയറുന്നുണ്ട്. പിന്നെ 6 മാസത്തേക്ക് 6 മാസം വേണ്ട, ഇനി 3-4 മാസം കൂടെ ഉള്ളു. ഇല്ല 1 മാസം ഉള്ളു ഈ വർഷം കാലം എന്ന് പറയും. ഞങ്ങള് വർഷകാലം എന്നാണ് പറയുന്നത്. 6 മാസം വർഷകാലവും 6 മാസം വേനലുമാണ്. ഈ വേനലിന്റെ സമയത്താണ് ഇത് നിർമ്മിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായാലും ഒരു ഡിസംബറോട് കൂടി കാര്യം ഞങ്ങള് കടലിൽ പോകുന്നവരാണ്, ആ കാര്യം ഞങ്ങൾക്കറിയാം. അതിന്റെ പേരിലാണ് ഡിസംബറോട് കൂടി നമുക്ക് സ്ഥാപിക്കാം. അപ്പൊ ഏതായാലും ഒരു വലിയ പ്രതീക്ഷയിലാണ്. കാര്യം കടലിലേക്ക് ഇറങ്ങുന്ന നിലയിൽ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ കടലിന്റെ മക്കളാണ്, അവരാണ് ഈ പറയുന്നത്. കാരണം ഈ റോഡിന്റെ നിർമ്മാണം അല്ലെങ്കിൽ ഈ കടലിന്റെ സാഹചര്യം ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് അവർ പറഞ്ഞത് ഡിസംബർ മാസത്തോടു കൂടി ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കടലിലെ ഇപ്പോഴത്തെ നിലവിലെ കാലവർഷം അനുസരിച്ചുള്ള വേലിയേറ്റ സാഹചര്യങ്ങളൊക്കെ തന്നെ അവർ കണക്കിലെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതായാലും നിർമ്മാണത്തിന് വേണ്ടി തുക പോലും അനുവദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റോഡ് നിർമ്മാണം ഉടനെ തന്നെ സാധ്യമാകുമെന്നാണ് ഇവരുടെ വിശ്വാസം. ക്യാമറമാൻ അൻഷാദിനൊപ്പം വിൽവനിച്ചൻ വിസ്മയ.